മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതൊന്നും അല്ല കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നാൽ പിന്നെ എന്തൊരു വ്ളോഗ് എടുത്താലോ എന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ പകുതി തൊട്ടാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വീഡിയോസൊന്നും നിങ്ങൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് അമ്മയ്ക്ക് ചെറിയ രീതിയിലൊരു മേക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെയും ധന്യയുടെയും വീടിൻ്റെ അടുത്തൊരു വർക്കാണ് ഇത്. അതുകൂടാതെ തന്നെ ഇയാൾക്ക് പാർലറിലോട്ട് വരാൻ ഒട്ടും പറ്റത്തില്ലായിരുന്നു, കാരണം പൊടി കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ആളുടെ വീട്ടിൽ വന്നാണ് കേട്ടോ റെഡിയാക്കി കൊടുത്തത്. ഇന്ന് എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുഴപ്പമില്ല, വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം സലൂണിലോട്ട് പോയാൽ മതിയേ. അപ്പം മോനോട് ഇന്ന് സ്കൂളിൽ പോകണ്ട, സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ചിക്കൻ വാങ്ങിച്ചാലോ എന്ന്. ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, നാടൻ കോഴി വാങ്ങിച്ചില്ലേ. അപ്പോൾ അന്നാണ് ഞാൻ ചിക്കൻ ലാസ്റ്റായിട്ട് വീട്ടിൽ വാങ്ങിക്കണത്. പിന്നീട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഞാൻ കരുതി എങ്കിൽ പിന്നെ ഇന്ന് ചിക്കൻ വാങ്ങിക്കാം, മോനോട്ടെ വീട്ടിൽ നിൽക്കുകയല്ലേ, കുറേ ദിവസം ആയില്ലേ ഇത്. അങ്ങനെ അടുത്ത ചിക്കൻ കടയിലോട്ട് വന്നു കേട്ടോ. എനിക്ക് ബോയിലർ ചിക്കൻ എൻ്റെ ഹെൽത്തിന് അത്ര ഓക്കെ അല്ല കേട്ടോ, കാരണം 2 ദിവസത്തേക്ക് എൻ്റെ വയറ് നല്ല പണിമുടക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നാടൻ കോഴിയുടെ പിറകെ പോയത്. നാടൻ കോഴി എനിക്ക് വിഷയമില്ല, പക്ഷേ ബോയിലർ എനിക്ക് ഭയങ്കര ഒരു വില്ലനാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചെറിയ ഒരു കോഴി എടുത്താൽ മതിയെന്ന്. പക്ഷേ അത് തീരെ ചെറുതായി പോയി എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം ഞാൻ എന്തായാലും കഴിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ഗ്രേവി ഐറ്റംസ് ആയിരിക്കും ഞാൻ കൂടുതൽ എടുക്കുന്നത്. വീട്ടിൽ 2 പട്ടിക്കുട്ടികളോടുണ്ട്. ഒന്ന് ഇവിടുത്തെ വീട്ടിൽ, പിന്നെ എൻ്റെ വീട്ടിലെ ഒരു പട്ടിക്കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനും കൂടെ ഫുഡ് കൊടുക്കണം. ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ഇവിടെ വന്നത് കുറച്ച് ബിരിയാണിയുടെ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ബിരിയാണിക്കുള്ള സാധനങ്ങളൂടെ വാങ്ങിക്കാൻ പറഞ്ഞ്, അരിയും കുറച്ച് സാധനങ്ങളും കൂടെ. അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ സ്കൂട്ടിയുടെ സൗണ്ട് കേട്ട് മോനിട്ട് ചാടി ഇറങ്ങി കേട്ടോ. അമ്മ രാവിലെ എന്നെ ഉറക്കി കിടത്തിയിട്ട് പോയി അല്ലേ എന്നൊക്കെ പരാതി പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇടാ മേക്കപ്പ് വർക്കിന് പോയതാണ്, ആൻറ്റിയെ ഒരുക്കാൻ വേണ്ടി പോയതാണെന്ന് കേട്ടോ. പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി എനിക്ക് വിശന്ന് വലങ്ങിയാണ് വന്നത്. അപ്പം മോനുടൻ എന്തായാലും കാപ്പി കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച്. മോനുടെ പകുതി ആയപ്പോഴത്തേക്ക് അമ്മ മതി, എൻ്റെ വയറ് വീത്തു എന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. പിന്നെ ഞാനാണ് കഴിച്ചത് കേട്ടോ ഫുള്ള്. എനിക്ക് 2 3 അപ്പം കൊണ്ടാണ് കഴിച്ചു. ഇപ്പോൾ ചെറിയ രീതിയിൽ ഡയറ്റ് എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാലും ഒന്നും നടപ്പില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഇരുന്ന് നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഡയറ്റ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, രാവിലെ പോയാൽ രാത്രിയാണ് എത്തുന്നത്. ഇതിനിടയിൽ കഴിച്ചാലായി കഴിച്ചില്ലെങ്കിലായി. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം. മോനോടിന് ഞാൻ കുറച്ച് നേരം വീട്ടിൽ നിന്നപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. അത് അവൻ്റെ മുഖത്ത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, കാരണം എനിക്ക് ഒട്ടും വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും അവൻ എനിക്കില്ലാത്ത ജോലികളൊക്കെ തരാറുണ്ട്. ഇന്നിപ്പോൾ തന്ന ജോലികളെന്ന് പറയുന്നത് അവൻ്റെ കൂടെ കളിക്കുക എന്നുള്ളതായിരുന്നു. അവൻ്റെ സന്തോഷം കണ്ടപ്പോഴത്തേക്കും എങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു 10 മിനിറ്റെങ്കിലും അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കാമെന്ന്. അവനത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അവൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കേട്ടോ. തലയ്ക്ക് മീതെ ജോലി കിടന്നിട്ടും ഞാൻ പിന്നെ കുറച്ച് നേരം അവൻ്റെ അടുത്തിരുന്നു. ഇനി എനിക്ക് മുഴുവൻ സങ്കടം എപ്പോഴാണെന്ന് അറിയാമോ? സ്കൂൾ അടയ്ക്കാൻ നേരത്ത്, വെക്കേഷൻ സമയത്ത് ശരിക്കും ആൾ മുഷിയും കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് മുഷിയും വീട്ടിൽ ഒരാഴ്ച ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ അബാക്കസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാൻസോ പാട്ടോ ഒക്കെ കൊണ്ടുവന്ന് ആക്കിയാൽ വിളിച്ചോണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടും. ശനി ഞായറും ദിവസം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ വിളിച്ചോണ്ട് വരാനാണ്. ഇത് അപ്പുറത്തെ വിളയെന്ന് വീണതാണേ. അപ്പോൾ കുറേ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് അതെടുത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇതൊക്കെ എനിക്ക് നൊസ്റ്റ്യൂൻ്റെ സാധനങ്ങളാണ്. പണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി, ഇതൊക്കെ ചുട്ട് തിന്നുക എന്നുള്ളത്. അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അതിൻ്റെ രുചി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമ്മൾ ബർഗർ തന്നാലും ഈ ഷവർമ തന്നാലും അതിൻ്റെ അടുത്തെത്തത്തേ ഇല്ല കേട്ടോ. ഇത് വെളിയിൽ പോയി കുറച്ച് പറങ്ങേണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറക്കാമെന്നും പറഞ്ഞുകൊണ്ട് മോനുട്ടനെയും കൊണ്ട് വെളിയിലോട്ട് ചാടുന്നതാണ്. പക്ഷേ അവിടെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നേരത്തെ ആൾക്കാർ പറക്കുന്നുണ്ടായിരുന്നു, ഓണർ വന്ന് പറക്കുന്നുണ്ടായിരുന്നു. വിഷം അടിച്ച് വരാത്ത സാധനങ്ങൾ കൊടുത്ത് പഠിപ്പിക്കണം കേട്ടോ, കാരണം നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് ഈ വക സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഞാൻ അതൊക്കെ ആലോചിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. എൻ്റെ മോനുട്ടനെ ഞാൻ അനുഭവിച്ചതിൻ്റെ 1% പോലും പഴയ രീതികളൊന്നും ഇപ്പം കിട്ടുന്നില്ല. ചക്കക്കുരു ചുട്ട് തിന്നുക, കിഴങ്ങ് ചുട്ട് തിന്നുക, അപ്പോൾ അതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല കേട്ടോ. കുറേ നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത്. നമുക്ക് ആ സമയത്തൊന്നും വലിയ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തോരം ഹെൽത്ത് ഇഷ്യൂസൊക്കെയാണ് കേൾക്കുന്നത്. 24 മണിക്കൂറും TV മൊബൈൽ എന്നൊക്കെ ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇറക്കുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താണ് മൈൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെമ്മറി ഡെവലപ്മെൻറ്റ് തലച്ചോറിന്
അത്രയ്ക്കും അവർ കാര്യങ്ങൾ ബൈഹാർട്ടാക്കും കേട്ടോ. പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ളൊരു എന്താണ് ടെൻഡൻസി ആയാലും മറ്റ് ടി വിയിൽ നോക്കിയിരിക്കുമ്പോൾ എന്ത് കിട്ടാനാണ്. ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനൽ കാണുമ്പോഴത്തേക്കും ഇംഗ്ലീഷെങ്കിലും പഠിക്കുമെന്ന്. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കും സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത് മാത്രം. അല്ല ടി വി കണ്ടെന്നും പറഞ്ഞുകൊണ്ടൊന്നും അവർക്കൊരു നോളജും വളരുന്നില്ല. പിന്നെ നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, വിളവാരം നടക്കുമായിരുന്നു. വയലായാലും റബ്ബറും കാടാണെങ്കിലും ഇങ്ങനെ കാടാണെങ്കിലും കഞ്ഞിയും കറി വയ്പ്പോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ എപ്പോഴും ഒരു നൊസ്റ്റു പ്രാന്തിയാണ്. ഇത് വസൂടൻ്റെ ധുവ ചേച്ചിയാണ്. ഞങ്ങൾ താമസിക്കേണ്ട തൊട്ടപ്പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഞാൻ വരക്കൊന്നുമില്ല, ഞാൻ റെയറായിട്ടേ വരത്തുള്ളൂ. കാരണം ഞാൻ എപ്പോഴും വീട്ടിൽ ഇരിക്കാറില്ലല്ലോ. കാരണം ഞാൻ ലീവ് എടുക്കുന്ന ദിവസം നിങ്ങൾക്ക് മുന്നിൽ വ്ളോഗായിട്ടും വരാറുണ്ട്. ഞാൻ സമയം വളരെ കുറവാണ് വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യണത്. രാത്രികളിൽ മാത്രമാണ് ഞാൻ വീട്ടിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ മോനുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ധുവ ചേച്ചിയുടെ അടുത്ത് വന്ന് കളിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആമസോണിൽ നിന്ന് ചേച്ചി ഒരു സാധനം വാങ്ങിച്ചു, അപ്പോൾ അത് കാണിച്ചു തന്നതാണ്. എനിക്ക് മോനോട്ട് ഇങ്ങനെ ചാടുമ്പോഴൊക്കെ പേടിയാണ് കേട്ടോ, കയ്യോ കാലോ എങ്ങാനും മുറിയോന്ന്. പിന്നെ ഈ ഇടയായിട്ട് അവന് ഇച്ചിരി വീഴ്ച കൂടുതലാണ്, കയ്യോ കാലോ ഒക്കെ മുറിച്ച് വന്നിട്ട് ഇരുന്ന് പോകണ കാണാം. ഞാനിപ്പോൾ പൊതുവേ മോനോട്ടിന് കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. അതിൽ പ്രത്യേകിച്ച് മൈൻഡ് ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ മെമ്മറി ഡെവലപ്മെൻറ്റോ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാത്തത്. ചുമ്മാ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ആക്രി കണക്ക് വാങ്ങിച്ചു കൂട്ടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത്, എടി കുറച്ചും കൂടി പിള്ളേർക്ക് പഠിക്കത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നത്, അതായത് ബുക്ക് കാര്യങ്ങൾ വെക്കുക. പണ്ടായിരുന്നു ഭയങ്കര കളിപ്പാട്ടം വാങ്ങിക്കൽ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ കൂടുതൽ ബുക്സ് ആയിരിക്കും, ഡ്രോയിങ്സ് ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കും. ഇത് കിട്ടിയ കശുവണ്ടി ഞാൻ ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. ഈ ടേസ്റ്റ് വസൂട്ടിനെ അറിയത്തേയില്ല. വെളിയിൽ നിന്ന് വാങ്ങുന്ന കാഷ്യൂനട്ടിൻ്റെയൊക്കെ ടേസ്റ്റ് അല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അത് കഴിച്ചപ്പോൾ ആൾ ഭയങ്കര ബഹളമായിരുന്നു, അമ്മ എനിക്ക് ഇനിയും വേണമെന്ന്. ആകെ 4-5 എണ്ണം കൊണ്ടൊക്കെയാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ അത്രയും പരതിയിട്ട് വീണ്ടും 2 എണ്ണവും കൂടെ ചുട്ടു കൊടുത്തു. സത്യം പറയില്ല, ആ ചക്കക്കുരുവൊക്കെ ചുടുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്താണെന്നറിയാവോ, എന്തോരം ടേസ്റ്റാണെന്നറിയാവോ. പക്ഷെ അത് പിള്ളേർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഞാനൊക്കെ എൻ്റെ ഒരു സമയമൊക്കെ ഞാൻ എന്താണ് കഴിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ അതൊക്കെ തന്നെയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വീട്ടിൽ അമ്മ എന്തെങ്കിലും വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും കനലുണ്ടെങ്കിൽ ഞാൻ ഒരു 10 ചക്കക്കുരു എടുത്ത് അതിനകത്ത് ഇടും കേട്ടോ. അവിക്കാനുള്ള മടി കാരണമാണോ എന്താണെന്ന് അറിയാം, പക്ഷേ ചുട്ട് കഴിക്കുന്നതിന് അത് വേറൊരു ടേസ്റ്റാണ്. കരിവാടൊക്കെ ചുട്ട് കഴിക്കണം. എൻ്റെ പിന്നെ എൻ്റെ വായിൽ കപ്പലോടി. ചിക്കൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്, ചിക്കൻ കുറവാണെന്ന്. കാരണം അപ്പോഴങ്ങനെയാണ് വാങ്ങിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ കഴിക്കുന്നില്ലല്ലോ, അമ്മയും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് ഇങ്ങനെ മതിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പട്ടിക്കുട്ടികളുടെ കാര്യമൊക്കെ അങ്ങ് മറന്നേ പോയി കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഒന്നാമത്തെ കാര്യം, ചിക്കൻ വെച്ച് 2-3 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ ചിക്കനും മീനും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നത്. എടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഇപ്പം അങ്ങനെ എടുക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിക്കൻ കറിയുടെ സ്മെല്ല് ചളിച്ച് പിറ്റേന്ന് അടിക്കുമ്പോഴത്തേക്കും പിന്നെ ചിക്കൻ ഫുള്ള് അങ്ങ് വെറുക്കും. അതൊക്കെ കൊണ്ടാണ് കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ല, അടുത്ത തവണ കുറച്ച് കൂടുതൽ വാങ്ങിക്കാൻ കരുതി. ഞാനൊക്കെ ചിക്കൻ വെളുക്കും വരെയും കഴുകും കേട്ടോ. വെളുക്കുക മീൻസ് ചിക്കൻ വെളുക്കും വരെയും, അല്ല നേരം വെളുക്കും വരെയും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അതിൻ്റെ ചോര ഇത് നിൽക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ചില കടകളുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പം ചിക്കൻ കറിയുടെ മണം വരുമ്പം അതിൽ ബ്ലഡിൻ്റെ മണമാണ് കൂടുതൽ വരുന്നത്. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, എനിക്കായാലും അമ്മയ്ക്കായാലും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ചിക്കനിൽ വേസ്റ്റ് എടുക്കുന്നവർക്ക് അറിയാമായിരിക്കും, ഒരു ബ്ലാക്ക് കളറുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടായിരിക്കും. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ പറയുകയായിരുന്നത്. എനിക്ക് ആദ്യമൊന്നും അറിഞ്ഞൂടായിരുന്നു. മോനോട്ടിൽ ഒരു ലഞ്ച് ടൈം ആകുമ്പോൾ, സ്കൂളിലെ ലഞ്ച് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും 12 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കും. അപ്പോൾ ആശാൻ വന്ന് എനിക്ക് വിശക്കണമ്മ അല്ലെങ്കിൽ വിശന്ന അച്ചാച്ചാന്നൊന്നും പറയത്തില്ല. ആശാൻ വന്ന് പരതിയിട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 6th സെൻസിൽ വെച്ച് മനസ്സിലാക്കണം. അവർ ചില സ്വഭാവങ്ങളൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നന്നായിട്ട് വിശപ്പടിച്ച് തുടങ്ങിയെന്ന്. അങ്ങനെ അവിടെ വാട്ടർ മെലൺ ഇരുന്ന് ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ അത് ഞാൻ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് മധുരം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. മോനോട്ടിന് വാട്ടർ മെലണൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ജ്യൂസും ഇഷ്ടമാണ്. പിന്നെ സ്ട്രോ അതിൽ വേണമെന്ന് ഒത്തിരി നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ സ്ട്രോ ഒക്കെ ഊരി ഇട്ട് കൊടുത്ത് കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഏതാണ്ട് ഒരു സമയമായി കേട്ടോ, 12 മണിയോളം ആവാറായി. നമ്മൾ അടുക്കളയിൽ പിന്നെ കയറിയപ്പോഴത്തേക്കും എനിക്കാണെന്നുണ്ടെങ്കിൽ സവാളയൊന്നും ഇന്നും ഇഷ്ടമേ അല്ല, ഇനിയിപ്പോൾ ഇഷ്ടമല്ല ചിക്കൻ കറിയിൽ. ചിലയിടത്തൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ചിക്കൻ കറി നന്നായിട്ട് ഇരിക്കാൻ കാരണം സവാള ഇടുന്നതുകൊണ്ടാണ്. എനിക്കറിയാം കൊച്ചുള്ളിയിൽ കിടന്ന് ഇങ്ങനെ ചിക്കൻ വേവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇന്നിനിയിപ്പോൾ സലൂണിൽ പോകണോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ വരുന്നൊരു കോള് കേട്ടോ.
സലൂണിൽ ചെല്ലാൻ വേണ്ടിയിട്ട് രോഹിണി നേരത്തെ ഇറങ്ങിയാണ്. അപ്പം നേരത്തെ ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പടാ എന്തൊരു സങ്കടമായിരുന്നു എന്നറിയാമോ. പിന്നെ ഒന്നും മിണ്ടിയില്ല, പിന്നെ ഉള്ളിൽ ഒതുക്കിയിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. സ്ഥിര ഏർപ്പാട് ഇങ്ങനെയാണ്. ഒരു ദിവസം പോലും എനിക്ക് നേരെ ചൊവ്വേ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ് കേട്ടോ. ഇതിനിടയ്ക്ക് അടുപ്പ് എത്തിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. പുകയും ആകെ ഒരു മേളമായിരുന്നു. പുകച്ച് പുറത്ത് ചാടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതേപോലെ ആയിപ്പോയി കേട്ടോ. ഏതാണ്ട് ഞാൻ കശുവണ്ടി ചുട്ടതാണ്, അതിങ്ങനെ ആയിപ്പോയി. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വിറക് കത്തിക്കുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇരുന്ന കശുവണ്ടി ചുടാൻ നോക്കിയതാണ്. മോനോട് എൻ്റെ പിറകെ നടന്ന് പറയുന്നുണ്ടായിരുന്നു, അമ്മ എനിക്ക് താ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് താന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉള്ളതെല്ലാം പറക്കിയെടുത്ത് എൻ്റെ പൊന്നെ എൻ്റെ കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകത്തില്ല. എൻ്റെ വല്യമ്മയ്ക്കാണെങ്കിൽ ഫാക്ടറിയിൽ, കശുവണ്ടി ഫാക്ടറിയിലായിരുന്നേ ജോലി. അപ്പോൾ വിരളുറയൊക്കെ ഇട്ടാലും വല്യമ്മ പറയും എന്തോരം കശുവണ്ടിയാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്തെടുക്കണേന്നറിയാവോ. അപ്പോൾ അത്രയും കയ്യിൽ കറയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും വല്യമ്മയുടെ കയ്യിൽ കറ ഉണ്ട് കേട്ടോ. അപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വല്യമ്മ പറഞ്ഞ കാര്യമാണ് ഓർത്തത് കേട്ടോ. ഞാൻ ഏതാണ്ട് പുകച്ചൊരു പരുവാക്കൂ എന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ രംഗത്തിറങ്ങി കേട്ടോ. കത്തിച്ചു കൊടുത്തു, വിറക് കത്തിച്ചു കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ ഒരു മേളം ആക്കിയേനെ ഞാൻ. ഇനിയിപ്പോൾ എന്തായാലും ഇതുവരെ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഇനി കറിയും വെച്ച് ചോറ് കഴിച്ചിട്ട് പോവാന്ന്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുത്തില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ കറി ആയി കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു കുക്കറിലിട്ട് വേവിക്കാടിയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അടുപ്പത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന്. ഗ്യാസ് അടുപ്പിൽ, മറ്റേ വിറകടുപ്പിലല്ല. അപ്പോൾ അതിൽ വെച്ചിരുന്ന് ആഹാരം കഴിക്കണം, അല്ല അതിൽ കുക്ക് ചെയ്ത് ആഹാരം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണം നമ്മളിന്ന് വിറകടുപ്പ് എടുത്തില്ല, ഗ്യാസ് അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ. അതും കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയേനെ, പക്ഷേ നമുക്ക് ശരിയാവില്ല. വല്ലപ്പോഴും വാങ്ങിക്കുന്ന ചിക്കനാണ്. അപ്പോൾ അത് ഇത്തിരി രുചിക്ക് കഴിക്കണമെന്നൊരാഗ്രഹം. സവാളയും ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ നിന്ന് മടമടാ വെള്ളം വരും കേട്ടോ. ഇത്രത്തോളം വെള്ളം എൻ്റെ ശരീരത്തുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രത്തോളം ഞാനിരുന്ന് കരയും. പിന്നെ കരങ്ങി ഒരു പകുതി വരെയൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ണീര് വറ്റും കേട്ടോ. പിന്നെ കണ്ണീരൊന്നും വരത്തില്ല. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട്, എന്നാലും കുഴപ്പമില്ല എനിക്ക് ഉള്ളി വേണം എന്ന നിർബന്ധം പിടിച്ച് ഞാനിരുന്ന് അരിയുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ സവാളയാണ്, പക്ഷെ സവാള ഞാൻ ഒരുപാട് ഇടത്തില്ല, എനിക്കിഷ്ടമല്ല സവാള ഒരുപാട് ഇടുന്നത്. മോനോട്ട് ഈ സമയത്ത് ഇരുന്ന് TV കാണുകയായിരുന്നേ. ചില സമയത്ത് അമ്മ അടുക്കളയിലുണ്ടോ, അതോ അമ്മ ജോലിക്ക് പോയോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് എത്തി നോക്കി വിളിച്ചിട്ടൊക്കെ പോവും. ഒന്നുമില്ലെങ്കിൽ എൻ്റെ മുതുകത്തിനിട്ടെങ്കിലും ഒരു 2 ഇടി തന്നിട്ട് പോവും കേട്ടോ. ആൾ ഞാനിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വരുന്നതാണ്. പോണ പോക്കിനൊരു അടിയും കൂടെ, അതാണ് അവൻ്റെ സ്റ്റൈല്. അമ്മയൊന്നും അവൻ ഒന്നും ചെയ്യത്തില്ല, എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ഒരു കുറുമ്പ്. അതും കൈ തളർത്തി ഇട്ടിട്ട് അടിക്കുമ്പോഴത്തേക്കും നല്ല വേദനയായിരിക്കും കേട്ടോ. ചിലപ്പം ഞാൻ വഴക്ക് പറയും, ചിലപ്പം ഞാനൊന്നും മിണ്ടത്തില്ല. കാരണം വല്ലപ്പോഴും ഒരിക്കലേ അവ അങ്ങ് കൊട്ടട്ടെ എന്ന് വിചാരിക്കും. വസുവിന് ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബിരിയാണിയാണോ വയ്ക്കുന്നതെന്നായിരുന്നു കേട്ടോ ചോദ്യം. കാരണം ആൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്തോരം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അവൻ എന്നേക്കാളും ബിരിയാണി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. എന്നാൽ ഞാൻ നേരെ തിരിച്ചുമാണ്. എനിക്ക് നമ്മൾ സാധാ ചോറും സലാഡും കിഴങ്ങും ഒക്കെയാണ് ഇഷ്ടം. ഇന്ന് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ അത് നടന്നില്ല. കുറേ ജോലികളുണ്ട് കേട്ടോ. കുറേ ജോലികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരാഴ്ച നിന്നാൽ കൂടി ജോലികൾ തീരുമെന്ന് എനിക്കറിയത്തില്ല. അത്രമേൽ ജോലികളുണ്ട്. കാരണം തുണികൾ പറക്കി ഒതുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. സത്യം പറഞ്ഞാൽ ജോലിക്കൊക്കെ ഇറങ്ങി പോയിട്ട് രാത്രി വന്നിട്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്താ പറയുക, ഈ കമിഴ്ന്ന് കിടക്കുന്ന പ്ലാവിലെ മലർത്തി ഇടാൻ പോലും പറ്റത്തില്ല കേട്ടോ. അപ്പം അത്രത്തോളം ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ജോലിയും പെൻഡിങ്ങിൽ വെച്ച് എൻ്റെ പൊന്നേ മടിയൻ മല ചുമക്കും എന്നുള്ള അവസ്ഥയോളം ആയി കേട്ടോ. എനിക്ക് തന്നെ അറിയാം ഓരോ ദിവസവും ഞാനിങ്ങനെ നീട്ടി വയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ജോലികൾ കിടക്കണേന്ന്. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ തീരെ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ദിവസം ലീവ് എടുത്തിട്ട് നിൽക്കാമെന്ന് വിചാരിക്കും. ലീവ് ഇതാ ഇങ്ങനെയൊക്കെയാണ്. ഏതാണ്ടൊരു ഉച്ച വരെ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും കോളുകൾ വരും, എനിക്ക് പോവേണ്ടി വരും. എൻ്റെ എല്ലാ വീഡിയോസിലും എൻ്റെ സ്ഥിരം പരാതി ഇതല്ലേ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എൻ്റെ ദീനരോധനമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ വോയിസ് കൊടുക്കുന്ന ഇടയിൽ വേറൊരു വോയിസും കൂടെ കയറി വരുന്നതുണ്ട്. അതായത് അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവം നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ വോയിസാണ് ഈ കയറി വരുന്നത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 2 ദിവസവും കൂടെ കഴിഞ്ഞു 1-2 കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അതിപ്പോഴല്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ജീവിതത്തിലെ ചില തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അത് എത്രത്തോളം ബെറ്റർ ആവും എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതുവരെയും ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു ചെറിയ പ്ലാനിങ്ങോടുകൂടി പോകുന്നുണ്ട്. എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ.
എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ചില തീരുമാനങ്ങളാണ് എന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നു. ബാക്കിയെല്ലാം വരും ദിവസങ്ങളിൽ ഒരുപാട് ലേറ്റൊന്നും ആവത്തില്ല. അതിനുള്ളിൽ തന്നെ ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. അങ്ങനെ സ്റ്റെപ്പായിട്ടായിരിക്കും പറയുന്നത് കേട്ടോ. അങ്ങനെ മോനൂട്ടനെയും ഞാനും കൂടെ യാത്രയായപ്പോൾ കാര്യങ്ങളാണ് കേട്ടോ നടക്കുന്നത്. കാരണം അവന് ഭയങ്കര സങ്കടമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഭയങ്കര സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അത്രത്തോളം സങ്കടം, നമ്മളെ കരയിപ്പിച്ച് കളയുന്ന രീതിയിലാണ് ചില വാക്കുകളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അമ്മ ഇപ്പോൾ പോയാൽ പിന്നെ രാത്രിയല്ലേ വരത്തുള്ളൂ, അമ്മേനെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ പോകുന്നത്, അമ്മയ്ക്ക് എന്നെയും കൂടെ കൊണ്ടുപോയിക്കൂടെ, 100,000 കഥകളാണ്, അല്ലെങ്കിൽ 100,000 ക്വസ്റ്റ്യൻസാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ചിലതിനൊന്നും എനിക്ക് മറുപടി പറയാൻ കൂടി പറ്റത്തില്ല കേട്ടോ. എന്ത് മറുപടി കൊടുക്കണം, എങ്ങനെ അവനെ കൺവിൻസ് ആക്കണം എന്നുപോലും എനിക്കറിയത്തില്ല. ചിലപ്പോഴൊക്കെ ഞാൻ മൗനം പാലിക്കാറുമുണ്ട്. എനിക്ക് ഇത്രത്തോളം സങ്കടമൊന്നും വരത്തില്ലായിരുന്നു ശനിയും ഞായറും ഒക്കെ ലീവ് കിട്ടുമായിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ലീവ് കിട്ടുന്നില്ല. ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ 28 ദിവസവും 29 ദിവസവും പാർലറിൽ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നത്. അങ്ങനെ ഫുഡ് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തതാണ്. കാരണം ഞാൻ കഴിച്ചിട്ട് പോവാം, വസൂട്ടനെ അമ്മ സമാധാനത്തോടു കൂടി വാരി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ മോനുടനെ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കണമെന്നുള്ള വാശി പറഞ്ഞതുകൊണ്ട് ഞാൻ വാരി കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ച്. കാരണം അത്രയും നേരം കൂടി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ നിന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പാർലറിൽ പോയി, കുറച്ച് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.